Hey guys, welcome back to my YouTube channel. So, in today's video, I will be talking about myself and I will be introducing myself to you guys. So, I haven't made any videos yet talking about me. ഈ വീഡിയോയിൽ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തുകയാണ് ബേസിക്കലി. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. So yeah, let's get into the video. First of all, I am from Kannur, Kerala. My hometown is Kannur. And right now, I am in Kashmir, Jammu Kashmir. I will talk about that later. So yeah, and my name is Saina Elizabeth. And right now, I am 18 years old. And after I completed my 12th, I went straight for an entrance coaching and I spent almost 1 year for that. And then I got my dream college, which is NIFT. Yeah, and if you guys know about NIFT, you know that it is a fashion college, National Institute of Fashion Designing, no, Fashion Technology. So yeah, it was my dream to become a designer or a stylist. Just work in. I want to work in a fashion industry. So ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് ഫാഷനോടും ഞാൻ കുറേ ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ എനിക്കെപ്പോഴും ഇങ്ങനെ ഒതുങ്ങി നടക്കാൻ വേണ്ടി ഇഷ്ടം. ഇപ്പം ഇങ്ങനെ കാണാൻ ഞാൻ അത് പറയാം. സോ എനിക്ക് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമായിട്ട് പണ്ടേ നല്ല മോഡൽ ഡ്രസ്സും അല്ലെങ്കിൽ ടിപ്പും അങ്ങനത്തെയൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നല്ലൊരു ഫാഷൻ രീതിയിലൊക്കെ തന്നെയാണ് നോക്കുന്നത്. അപ്പം and when I also participated in drawing competitions, but I never got any prizes, but I still participated. Yeah, so I love drawing, I love stitching, coloring, making products or miniatures. So yeah, and when I started studying in 12th, no, yeah, in 12th, my teacher told me that there is a college which is called NIFT and they will, yeah, she asked me, ഞാൻ 12th പഠിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചു നിനക്ക് എന്താണ് ഇഷ്ടം, എന്താണ് പഠിക്കാൻ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു. I was too lazy to study during my higher secondary and my academics score is very low. But up to 10th, I was one of the, not topper, but average, above average or below topper. You know, that kind of level I kept always. But when I started studying in 11th and 12th, I just thought that it is not my thing. Like I took science as my subject. I mean, I love biology, botany. എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇഷ്ടമാണ്. But I don't like chemistry and physics. Mathematics is not that bad. Yeah. So anyways, I just hated going to school and there were so many things happening at that time. That 2 years I can't forget so many people and my class group. I just can't forget. അതൊന്നും മറക്കാൻ പറ്റത്തില്ല. അമ്മാതിരി സംഭവങ്ങളൊക്കെ ആയിരുന്നു. And then I overcame that. I went to an institute which my brother's friend recommended.
സോ ബേസിക്കലി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ എൻ്റെ ടീച്ചർ എനിക്ക് പറഞ്ഞ ഗിഫ്റ്റ് മാത്രമേ എനിക്ക് അറിയത്തില്ലായിരുന്നു. നമുക്ക് അവിടെ ചെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് അവർ പറയുന്നത് NID ഉണ്ട്, IIT ഉണ്ട്. ഓക്കെ, അപ്പോൾ NID IITനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പ്രോഡക്റ്റ് ഡിസൈനിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള അങ്ങനത്തെ പ്രൊഡക്റ്റ് ആ സാധനം. അപ്പോൾ എനിക്ക് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ എക്സാമൊക്കെ ഉണ്ടായിരുന്നു, അത് എഴുതിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ആൻഡ് അതിലാണെങ്കിൽ ഏറ്റവും മേജർ സാധനം ഡ്രോയിങ് ആയിരുന്നു. സോ yeah, I didn't get into that college and I also don't want to because that is not what I want. അങ്ങനെ നമ്മൾ അല്ല ഞാൻ 6 മാസത്തോളം അല്ല 8 മാസത്തോളം പഠിച്ച് ഫൈനലി നിഫ്റ്റിൻ്റെ എക്സാമായി. നിഫ്റ്റിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഞാൻ നിഫ്റ്റിൻ്റെ എക്സാമായി പഠിച്ചു. ആദ്യത്തെ എക്സാം ഒന്നും നല്ല കൂളായിട്ട് വേണ്ടി ഞാൻ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ ഈ സ്പോട്ടിഫൈയിൽ പാട്ട് വയ്ക്കുന്ന പോലെ ഇങ്ങനെ പാട്ടൊക്കെ മനസ്സിൽ പഠിക്കുന്നത് നല്ല കൂളിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അത്രയും എളുപ്പം. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് NID എഴുതി, ഞാൻ IIT എഴുതി. ഇത് രണ്ടും എഴുതിയതിൻ്റെ ആ ഒരു പേടി മാറി. സോ ഇഫ് യു ഗൈസ് വാണ്ട് ടു pursue or you want to get into NIFT or any other college, just participate or just go for another exams which is happening before that so that പേടിയെല്ലാം മാറി കിട്ടും. അങ്ങനെ എക്സാം എഴുതി നമ്മൾ കൂളായിട്ട് വന്നു. ഒരു ഏപ്രിൽ ജൂൺ ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. റിസൾട്ടിൽ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമതൊരു എക്സാം കൂടിയുള്ളത്. എന്നുവെച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റേജായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ GAT മാറി. അത് ജനറൽ നോളജ്, പിന്നെ ഡ്രോയിങ്, ക്രിയേറ്റിവിറ്റി അങ്ങനെയാണ്. പിന്നെ സെക്കൻഡ് സ്റ്റേജിലാണ് വേറെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ ടെസ്റ്റിംഗ് പറയും. അപ്പോൾ കുറച്ച് സാധനം എടുത്തരും എന്നിട്ട് മേക്ക് എ പ്രൊഡക്റ്റ് യൂസിങ് ദാറ്റ്. അവർ കുറച്ച് ടോപ്പിക്കുണ്ട്, അതിനനുസരിച്ചുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നും പേടിക്കാനില്ല, സിമ്പിളാണ്. മറ്റേ പ്രാക്ടീസ് ചെയ്താൽ മതി. ഒറ്റയ്ക്ക് വീട്ടിൽ ചെയ്താൽ മതി. just practice and make some stuff. Just only നമ്മൾ യൂട്യൂബിലാണെങ്കിൽ ഇൻട്രസ്റ്റിലേക്ക് കയറുമ്പോൾ കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടും. അത് കോപ്പി ചെയ്യരുത്. ഇനി കുറേ അത്ര എടുക്കുക. പിന്നെ ഒറിഗാമി ആൻഡ് stuff like that. You need to search everything because we don't know what they will ask us. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകും. അങ്ങനെ സിറ്റുവേഷൻ ടെസ്റ്റ് കഴിഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. എനിക്ക് കുറച്ച് ടൈമിൻ്റെ പ്രശ്നം വന്നു എൻ്റെ കമ്മ്യൂണിറ്റീസ്. അപ്പം കുറച്ച് ടൈമിൻ്റെ പ്രശ്നം വന്നായിരുന്നു. ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് എക്സ്ട്രാ കിട്ടിയാൽ കുറച്ചുകൂടി എനിക്ക് പറ്റാത്തതൊക്കെയായിരുന്നു. ടൈം അങ്ങനെ ടൈം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ ടൈമൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു. എന്തായാലും എക്സാം എഴുതി. പിന്നെ ജൂലൈ ആയിരുന്നു. അതെ, ജൂലൈയിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത്. അതാണ് ഞാൻ ഇട്ടില്ലാതെ എൻ്റെ പാരൻസിൻ്റെ റിയാക്ഷൻ. സോ അങ്ങനെ ഞാൻ പാസ്സായി. പിന്നെ ഓഗസ്റ്റ് 30 ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വീഡിയോ എടുക്കുന്ന ഡേറ്റൊക്കെ അങ്ങനെയായിട്ടുള്ളൂ. 4 മണി. സോ അങ്ങനെയാണ്. പിന്നെ കുറേ റൗണ്ട് ഉണ്ട് കോളേജ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ സംഭവമുണ്ട്. എന്തായാലും ആയ ഭാഷ ഞാനിപ്പോൾ കോളേജിലെത്തി. റാങ്കിന് അടിസ്ഥാനത്തിലാണ് കിട്ടുക. സോ എനിക്ക് കിട്ടിയത് കാശ്മീരാണ്, ജമ്മു കാശ്മീർ. അങ്ങനെ ഫൈനലി ഞാൻ നിഫ്റ്റിൽ കയറി. വിച്ച് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം ടു സ്റ്റഡി ഫാഷൻ. ആൻഡ് എനിക്ക് വേണ്ട ഫാഷൻ ഡിസൈനിങ് അത് തന്നെ എനിക്ക് ഇവിടെ കിട്ടി. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ഇൻ ഹിയർ. And I hope you guys also get into your dream college if you guys want it. Just do it. Yeah. Don't regret it later. അത്രയും വേണം. കാരണം
ഞാനിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ 2-3 കൊല്ലം പോകും. അത് കഴിഞ്ഞിട്ട് എന്നോട് ഇത് പഠിക്കാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് 2-3 കൊല്ലം വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. എവറിത്തിങ് ഈസ് എക്സ്പെൻസീവ്. അതിൽ പൈസ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ പഠിത്തം നടക്കില്ല. പിന്നെ ഞാനെനിക്ക് ലോൺ എടുക്കും. കുറച്ചാൾ എൻ്റെ പപ്പ ജോലി ചെയ്യുന്നു. അതിൻ്റെ ലോൺ എടുക്കും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തന്നെ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ പഠിച്ചില്ല എന്നൊരു ചിന്ത വരാൻ പാടില്ല. ഇപ്പം ഞാനിത് പഠിച്ചു. പക്ഷേ എനിക്ക് എന്താ ഭാവിയിൽ ഇത് ഉപകാരപ്പെട്ടില്ല എന്നിട്ട് സ്റ്റിൽ ഞാൻ ഇത് പഠിക്കാൻ ശ്രമിക്കും. അല്ലേ, ഇത് പഠിക്കാണ്ട് പേടിച്ച് ഞാൻ മാറിയില്ല. അവരെന്ത് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. And this campus, which is in Kashmir, in college, is the biggest campus in NIFTൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ്. So facilities is good, and I don't know about the faculties, the teachers. അവരുടെ പ്രശ്നം അറിയത്തില്ല. Serious, I don't want to talk about them. അവർ ഞാൻ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ ഇത് ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ പോലൊക്കെ ചെയ്യും. അപ്പോൾ ഹോസ്റ്റലിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. 2 ദിവസം 3 ദിവസം അങ്ങനെ ഞാൻ സ്റ്റേ ചെയ്തുള്ളൂ. അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് അധികം അഭിപ്രായം പറയാനായിട്ടില്ല. റാഗിങ്ങൊക്കെ ഉണ്ടാവും നിങ്ങളുടെ പ്രയത്നത്തിലുള്ളൊരു. ഇത് വാസ് ഫൺ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് കുറച്ച് കിട്ടുകയാണ്. ബട്ട് അതേസമയം രസമാണ്. വളരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ നമ്മൾ അങ്ങനെയായിരുന്നു. സോ ഇതാണ് എൻ്റെ കാര്യം. ഞാൻ ഇതുവരെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഒരു ടൈം മീൻസ് I was waiting for the right time to tell you guys about me. And yeah, it is the time. I think it is. So ഇങ്ങനെയാണ് കാര്യങ്ങൾ. ആൻഡ് ഇവിടെ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കൂടെ പഠിച്ച 2 ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഇപ്പം പുറത്ത് ഇരിക്കുക. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത്. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കണം. ഇവിടെ കോളേജൊക്കെ മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ ടൈമിന് കിട്ടിയില്ല. 15 ദിവസം മേടിക്കാൻ വേണ്ടി. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങളും എൻ്റെ ഏജ് ആണെങ്കിൽ ഇഷ്ടമുള്ള കോളേജ് കിട്ടി പഠിക്കാനൊക്കെ വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ ബാക്കി വീഡിയോസൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ എൻ്റെ കോളേജ് ബ്ലോഗെല്ലാം കാണുന്നതായിരിക്കും. കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ട് അതൊക്കെ 2 ദിവസമായാലും കുറേ വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെ കുറേ വീഡിയോസ് കിട്ടാൻ ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ആക്കിയിടുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത എൻ്റെ ഫുൾ നിഫ്റ്റ് വ്ളോഗായിരിക്കും. അപ്പം ഓക്കെ, ബൈ ബൈ.